Hello guys, welcome back to my YouTube channel. So, എനിക്ക് പലപ്പോഴും കഴിച്ചിട്ടില്ല, but I thought to take a day in my life. As you can see, വെറും പരട്ട കൊല്ലത്തിലാണ് ഞാൻ. എന്നാലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. Before തേക്കൽ പല്ല്, I need to make കുറച്ച് ചായ ഉണ്ടാക്കി കുടിക്കാം നമുക്ക്. സോ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് പോയിട്ട് വരാം. ഞാൻ ഇപ്പോഴാണ് കുറച്ച് വെട്ടം കാണുന്നത്, ബിക്കോസ് ഞാൻ 12 മണി എൻ്റെ ചന്തയിൽ വെയിലടിക്കുന്നത് വരെ ഞാൻ എണീക്കാറില്ല. സോ ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. ഒരു 4 മണി തൊട്ട് എൻ്റെ കണ്ണിങ്ങനെ തുറന്നിരിക്കുകയാണ്, അടയുന്നില്ല, എന്താണെന്നറിയത്തില്ല. സാധാരണ ഞാൻ പപ്പേനെ ഓഫീസിൽ പറഞ്ഞു വിട്ടിട്ട് ഉറങ്ങാറാണ് പതിവ്, പക്ഷെ ഉറക്കം വരുന്നില്ല. സംതിങ് ഹാപ്പൻ. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ 8 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്ക് കഴിയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോകണം. നത്തിങ് സീരിയസ്. സോ ചായ ഉണ്ടാക്കാൻ പോകാം. ചായ ഉണ്ടാക്കി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നില്ല, ചായ ഉണ്ടാക്കി ഞാൻ തിരിച്ചു വരും, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, ചേച്ചി മെഡിസിൻ ടീ നിങ്ങൾ ചൂടാക്കി എടുത്തിട്ടുണ്ടോ? അവളാണ് എനിക്ക് എടുത്തു തരാതെ പതിവ്. ബട്ട് വി ഹാഡ് എ ഫൈറ്റ് മോർണിംഗ്, സോ ഞാൻ തന്നെ എടുത്ത് കുടിക്കേണ്ടി വരും. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഓക്കെ, ബട്ട് ഐ ഹാവ് ടു ഇച്ചിരിപ്പോഴും മെനയിൽ പോകണമല്ലോ എവിടെയായിരുന്നാലും. സോ നമുക്ക് കുറച്ച് ഒരുങ്ങിയിട്ട് പോകാം. ഇച്ചിരി ഒരുങ്ങുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. സോ നമുക്ക് ഒരുങ്ങാം. സോ ഗൈസ്, നമുക്ക് ആശുപത്രിയിൽ പോകാം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഹൗസ് വിത്ത് മൈ കമ്മൽ ഗൈസ്. എൻ്റെ കമ്മലല്ല, എൻ്റെ ചേച്ചിയുടെ കമ്മലാണ്. സോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഹൗ ഐ ലുക്ക്? അത്യാവശ്യം ഞാൻ ഫൗണ്ടേഷനൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഐലൈനർ, മസ്കാര, പൊട്ട്, ലിപ്സ്റ്റിക്. ഐ ലുക്ക് ഗുഡ്, ഐ നോ. സോ ഗൈസ്, നമുക്ക് പോകാം. ഞാൻ സ്കൂട്ടിലാണ് പോകുന്നത്, സോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പോകുന്ന വഴി. Oh my God. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കിഴക്കേക്കോട്ട ഒന്ന് പോവാമെന്ന്. കുറേ നാളായില്ല പോയിട്ട്. സോ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കിഴക്കേക്കോട്ട പോയിട്ട് ലൈക്ക് ഇതാണ് മറ്റേ പത്മനാഭൻ്റെ ക്ഷേത്രം. പിന്നെ തൊട്ടടുത്ത ക്ഷേത്രക്കുളം കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറേ നേരം ചുറ്റിക്കറങ്ങി നിന്നു. ഇതാണ് ഗൈസ് പത്മനാഭൻ്റെ അടുത്തുള്ള ക്ഷേത്രക്കുളം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആ വ്യൂ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ്ലി അവിടെ പെയിന്റ് അടിച്ചുള്ളൂ. അവിടെ കമ്പിയിൽ ചരിയുന്നതിൻ്റെ കുർത്തി ഫുള്ളും പെയിൻ്റായി. പിന്നെ ഇതാണ് കുഞ്ഞു മീനുകൾ. അതിൻ്റെ അകത്ത് കുഞ്ഞു മീനുകളുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു ആ ഏരിയയും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ ടോട്ടലി. പിന്നെ ഇതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം. ഐ മീൻ ഈ ക്ഷേത്രകുളത്തിന്റെ തൊട്ടടുത്ത് അതിന്റെ ഭാഗമുള്ളത്. ഇവിടെ ഫുള്ള് മറ്റേ ഷോപ്പുകളാണ്, ഫുൾ ജ്വല്ലറി ഷോപ്സ്, പിന്നെ ഡ്രസ്സിന്റെ അങ്ങനെ കുറെ സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയാണ് പണ്ടത്തെ രാമചന്ദ്രൻ ഇരുന്നത്, അന്ന് കണ്ടിട്ടില്ലേ? ഇപ്പോഴും ഉണ്ട്, പക്ഷെ കുഞ്ഞു കടയാനേ ഉള്ളൂ. പിന്നെ കുറച്ച് നടന്നു കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ദേവൻസ് ബേക്കറി കയറി ഒരു ഷാർജയൊക്കെ കുടിച്ചു ചില്ലായിട്ട് വീണ്ടും ഇറങ്ങി തണ്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെയുള്ള ജ്വല്ലറി ഷോപ്പിൽ കയറി. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ. ഞാൻ അങ്ങനെ പോയി വെള്ളം ഇറക്കി തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് രാമചന്ദ്രനിലാണ്. രാമചന്ദ്രയിൽ പോയി കുറേ സാധനങ്ങൾ തപ്പി. പിന്നെ കയറിയത് സൂപ്പർ മാർക്കറ്റിലാണ്. പിന്നെ അവിടെ കയറി കുറേ സാധനങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടിൽ പോയപ്പം പാനിപ്പൂരി. ഐ ഡോണ്ട് ലൈക്ക് പാനിപ്പൂരി. ഞാൻ അങ്ങനെ പാനിപ്പൂരി ഒന്നും കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ മേടിച്ച് കഴിച്ചു. പാനിപ്പൂരി അല്ല, വേറെ എന്തുവാണ്. പിന്നെ അതൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. കുറേ നേരമായി അവിടെ തന്നെ കറങ്ങാൻ തുടങ്ങിയിട്ട്. സോ മുഷിഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നു. ഞാൻ വീട്ടിൽ വന്ന് വൈൻഡപ്പ് ആക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ മൈ നെയിംസ് ഗൈസ്.
ഇന്നത്തെ വ്ളോഗ് ഇവിടെ ശരിയാവുകയാണ്. ബിക്കോസ് വേറെ സ്ഥലത്ത് പോകാൻ വിചാരിച്ചാണ്. ബട്ട് ഐ ഗോട്ട് ടയർഡ്. സോ ഞാൻ അവളെ വിളിച്ചിട്ട് തിരിച്ചു. ഓക്കെ